ഈ PMA സലാമിനെ സ്ത്രീയും പുരുഷനും തുല്യരല്ല എന്നുള്ളൊരു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. പക്ഷേ അതിനെ ഇപ്പോൾ തള്ളിക്കൊണ്ടാണ് MSF വന്നിരിക്കുന്നത്. മതപണ്ഡിതന്മാർ പറയുന്നത് മതത്തിൻ്റെ കാര്യമാണ് എന്നാണ് പറയുന്നത്. പറഞ്ഞ കാര്യങ്ങൾ ചുവട് പിടിച്ച് നേരത്തെ തന്നെ PMA സലാം രംഗത്ത് വന്നിരുന്നു. അതായത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയായിരുന്നു ഈ സ്ത്രീകൾ പൊതുമധ്യത്തിൽ വരികയും പുരുഷന്മാരുമായിട്ട് ഇടകലർന്നിരിക്കുകയും ചെയ്യുന്നതിനെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നത്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് PMA സലാം വീണ്ടും തന്റെ നിലപാട് ആവർത്തിക്കുന്നത്. മുസ്ലിം സംഘടനകളൊക്കെ ഇത്തരത്തിൽ ഈ സ്ത്രീകൾ പുരുഷന്മാർക്കൊപ്പം പൊതുമധ്യത്തിൽ വരുന്നതിനെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. PMA സലാമിന്റെ വിവാദ പരാമർശത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. സ്ത്രീയും പുരുഷനും തുല്യമാണെന്ന് ലോകം അംഗീകരിച്ചിട്ടില്ല. ഒളിമ്പിക്സിൽ പോലും സ്ത്രീകൾക്ക് വേറെ മത്സരം സംഘടിപ്പിക്കുന്നു. ബസ്സിൽ സീറ്റുകൾ സ്ത്രീക്കും പുരുഷനും വേറെയാണ് എന്ന രീതിയിൽ വളരെ ബാലിശമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ വിഷയത്തിൽ PMA സലാം മുന്നോട്ടേക്ക് പോകുന്നത്. വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ വെച്ചുകൊണ്ട് സമസ്തയുടെ ആളുകളെ അല്ലെങ്കിൽ സമസ്തയുടെ അണികളെ കൂടെ നിർത്താനുള്ള ഒരു നിലപാടാണ് അല്ലെങ്കിൽ ഇടപെടലാണ് PMA സലാമിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ PMA സലാമിന്റെ വാദത്തെ അപ്പാടെ തള്ളിക്കളയുകയാണ് മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള MSF. സ്ത്രീയും പുരുഷനും തുല്യനീതി ലഭിക്കേണ്ടവരാണ് എന്ന അഭിപ്രായമാണ് തങ്ങൾക്കുള്ളത് എന്ന് MSF പറയുന്നു. മതപണ്ഡിതർ പറയുന്നത് മതത്തിന്റെ കാര്യമാണ്. ക്യാമ്പസിൽ ഞങ്ങൾ എല്ലാവരും, അതായത് സ്ത്രീയും പുരുഷനും വിദ്യാർത്ഥികളായിട്ടുള്ള യുവതികളും യുവാക്കളും ഒരുമിച്ചിരുന്നു കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ക്യാമ്പസുകളിൽ നടത്തുന്നത് എന്ന കാര്യം ഈ MSF മുന്നോട്ടേക്ക് നോക്കുന്നു. എല്ലാ സ്ഥലങ്ങളിലും തുല്യനീതി ഉണ്ടാവേണ്ടതാണ്. പാർട്ടി നിലപാടാണ് പാർട്ടി നേതാക്കന്മാർ പറഞ്ഞത്. MSFന്റെ നിലപാട് ഞങ്ങൾ പറഞ്ഞു എന്ന് മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള MSFന്റെ നേതാക്കൾ പറയുന്നു. അതായത് ഈ വിഷയം വരും ദിവസങ്ങളിൽ ചർച്ചയാവാനുള്ള സാധ്യതയുള്ളത് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തള്ളിക്കൊണ്ടാണ് വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന പുരുഷനും തുല്യരല്ല എന്ന PMA സലാമിന്റെ വാദത്തെ തള്ളുക തന്നെയാണ് MSFും. ഒപ്പം പ്രതിഷേധം കനക്കുക തന്നെയാണ് PMA സലാമിന്റെ ഈ വിവാദ പ്രസ്താവനയിൽ. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഗൂഗിൾ K വേണുഗോപാൽ.